ഇപ്പോൾ മിനിസ്റ്റർ കൂടി നമുക്കൊപ്പം ഉണ്ട്. മിനിസ്റ്റർ റവന്യൂ വകുപ്പ് മന്ത്രി മിനിസ്റ്റർ കെ രാജൻ നമുക്കൊപ്പം ചേരുന്നു. മിനിസ്റ്റർ, ഗുഡ് മോർണിംഗ്. മിനിസ്റ്റർ, രാവിലെ ഒരു വലിയ അപകടത്തിൻ്റെ വാർത്തയാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായിട്ടും മഴക്കാലമാണ്. റവന്യൂ വകുപ്പ് അതിൻ്റെ ദുരന്ത നിവാരണ പരിപാടികളെല്ലാം തന്നെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ കൃത്യസമയത്ത് ഇവിടെയും ദുരന്ത നിവാരണ സംഘം എത്തി. ഇപ്പോൾ ഒരാളെ നമുക്ക് രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. അയാളുടെ ജീവൻ തുടിപ്പുണ്ടെന്നുള്ളതാണ് പ്രതീക്ഷ. രണ്ടുപേർ ഇപ്പോഴും ഈ സ്ലാബിനടിയിൽ കുടുങ്ങിക്കിടപ്പുണ്ട് എന്നാണ് അവർ പറയുന്നത്. മിനിസ്റ്റർ കെ രാജൻ, ഇതടക്കം ഒരുപാട് മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ പ്രിപ്പയർഡ് ആണെന്ന് തോന്നുവല്ലേ ഏത് ദുരന്തത്തെയും നേരിടാൻ? തീർച്ചയായിട്ടും ഏത് ദുരന്തത്തെയും നേരിടാനുള്ള വളരെ നല്ല തയ്യാറെടുപ്പിൽ തന്നെയാണ് കേരളം ആകെയുള്ളത്. ഇപ്പോൾ രാവിലെ തന്നെ നമ്മളൊരു ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് കേട്ടത്. ഇതാണ് നമ്മൾ ഏറ്റവും പേടിക്കേണ്ട ഒരു സംഭവം. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലുതായി ഏതാണ്ട് 203 mm മുതൽ 311 mm വരെയുള്ള മഴ പലയിടങ്ങളിലും പെയ്ത് കാണുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ മഴയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇടവേളകളുണ്ടെങ്കിലും പെയ്യുന്ന മഴ അധിക വെള്ളത്തോടു കൂടിയാണ് പെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പഴയ കെട്ടിടങ്ങൾ, മലയോര മേഖലയിലുള്ള കുന്നുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളൊക്കെ വളരെ പെട്ടെന്ന് കുതിരാനുള്ള വലിയ സാധ്യതയുണ്ട്. അങ്ങനെ കുതിർന്നാൽ അതൊരു അപകടത്തിലേക്ക് പോകും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ കൊടകരയിൽ തന്നെ രാവിലെ 6:30 മണി മുതൽ നമ്മളെല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട പരസ്പര ആലോചനയിലും സംഭവത്തിലുമാണ്. ഫുൾ ടീം അവിടെയുണ്ട്. ആ സമയത്തു തന്നെ എത്താൻ കഴിഞ്ഞു. റവന്യൂക്കാരും ഫയർഫോഴ്സുകാരും NDRF ടീമും എല്ലാവരും കൃത്യസമയത്ത് തന്നെ നാട്ടുകാരുടെ സഹായത്തോടു കൂടി അവിടെ വലിയ ഇടപെടൽ നടത്താൻ വേണ്ടി കഴിഞ്ഞു. സത്യത്തിൽ അരുൺ 17 പേര് താമസിക്കുന്ന ഒരു കെട്ടിടമാണത്. കൃത്യം 17 പേർ അവിടെ താമസിക്കുന്നു എന്നുള്ളതാണ് തൊട്ട് മുമ്പ് വില്ലേജ് ഓഫീസർ നൽകിയിട്ടുള്ള ഒരു റിപ്പോർട്ട്. അന്യസംസ്ഥാന തൊഴിലാളികളാണ് പറഞ്ഞതുപോലെ. ആദ്യത്തെ നില കോൺക്രീറ്റും അതിൻ്റെ മുകളിൽ മരങ്ങൾ, പഴയ വീടിൻ്റെ ഛായയുള്ള സാധനങ്ങൾ കൂടി വെച്ചിട്ടുള്ള ഒരു കെട്ടിടമാണ്. ഭാഗ്യത്തിന് ഈ 3 പേരെയും നമുക്ക് കിട്ടുമെന്ന പ്രതീക്ഷ നേരത്തെ ഇപ്പോൾ അരുൺ പങ്കുവച്ചതുപോലെ അവർക്കെല്ലാം ഇടയിൽ ജീവൻ്റെ തുടിപ്പുകൾ ഉണ്ടാകുമെന്ന് കരുതാം. ഈ സ്ലാബ് നേരിട്ട് വീണപ്പോൾ അതിന് മുമ്പായിട്ട് ചില പാർട്സും പിന്നെ മണ്ണുമൊക്കെ വീണതുകൊണ്ട് ഇവരുടെ മേത്തു പതിക്കാത്ത വിധം സ്ലാബ് ഇരുന്നിട്ടുണ്ടാകും. അതിൻ്റെ താഴെ ഒരു ചെറിയ ഇടം കിട്ടിയിട്ടുണ്ടാകും എന്നാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള ആളുകൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന മിനിറ്റിലും വാട്സപ്പിലൂടെയൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശം ഉത്തരവാദിത്വത്തോടെ. അതുകൊണ്ട് വേറെ പ്രയാസങ്ങളില്ലാത്ത വിധം ഉണ്ടാകുമെന്ന് കാത്തിരിക്കുക. ജെയ്സൺ റിപ്പോർട്ട് ചെയ്തതുപോലെ വളരെ ദുഷ്കരമായിട്ടുള്ളൊരു ദൗത്യമാണ് അവിടെ നടക്കുന്നത്. 20 വർഷക്കാലത്തിലേറെ പഴക്കമുള്ളൊരു കെട്ടിടമാണത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. രാവിലെ തന്നെ ജില്ലാ കളക്ടറും ബന്ധപ്പെട്ടവരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. നമുക്കിത് ഇങ്ങനെ ഉണ്ടാകും എന്ന് വിചാരിക്കുക. പക്ഷേ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മഴ വളരെ ശക്തമായി 29-ാം തീയതി വരെ, 28-ാം തീയതി രാത്രി വരെ നല്ല മഴയുണ്ടാകും. മഴയോടൊപ്പം തന്നെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു പുതിയ പ്രതിഭാസം പടിഞ്ഞാറൻ കാറ്റ് കിഴക്കൻ കാറ്റായി മാറുന്ന ഒരു വളരെ അപൂർവമായിട്ട് മാത്രം കാണുന്ന ഒരു സ്ഥിതിയാണത്. അതുണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് 50 മുതൽ 60 കിലോമീറ്റർ വരെ കാറ്റുകൂടി മഴയുടെ ഒപ്പം ഉണ്ടാകും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതും വളരെ ശ്രദ്ധയോടെ, പ്രത്യേകിച്ച് മലയോര മേഖലയും നോക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളൊരു പഞ്ചായത്ത് തല തദ്ദേശ സ്വയംഭരണ സ്ഥല ഡിസാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കൊടകരയുടെ അനുഭവങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ നമുക്ക് ഈ പഴയ കെട്ടിടങ്ങളിലൊക്കെ താമസിക്കുന്നവർ അവരവർ തന്നെ അവരവരുടെ ഒരു സുരക്ഷിതത്വം ബോധ്യപ്പെട്ട് എവിടേക്ക് മാറണമെങ്കിലും, ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കേരളത്തിലെ വിവിധ ജില്ലകളിലായി 5929 ക്യാമ്പ് സൈറ്റുകൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. 5929 ക്യാമ്പ് സൈറ്റുകൾ ഏതു മിനിറ്റിലും ക്യാമ്പ് ആരംഭിക്കണമെങ്കിൽ തയ്യാറാക്കാവുന്ന വിധത്തിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ ഒരു സംശയം ഉണ്ടായാൽ റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെയും മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെയും നിർദ്ദേശങ്ങളുടെ ഭാഗമായി തൽക്കാലമൊന്ന് മാറി നിൽക്കേണ്ടി വന്നാൽ മാറി നിൽക്കേണ്ടത് ഒരു കരുതലിനാണ്. പേടിക്കേണ്ട പ്രശ്നമില്ല. ആ കരുതൽ എടുക്കാൻ അവർക്ക് അവകാശമുണ്ട്. 29 കഴിഞ്ഞാൽ പിന്നെ 2-ാം തീയതി വരെ നമുക്കൊരു നല്ല തോർച്ച കാണാനുണ്ട്. മലയാളിയുടെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല തോർച്ച കാണാനുണ്ട്. ആ സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള മെയിൻ്റനൻസും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്താം. ഇപ്പോൾ നമ്മൾ റവന്യൂ ജീവനക്കാരുൾപ്പെടെയുള്ള മുഴുവൻ ഉദ്യോഗസ്ഥന്മാരോടും ഒരു കാരണവശാലും ലീവ് പോലും എടുക്കാതെ എവിടെയാണോ അവരുടെ അധികാര പരിധി അവിടെ തന്നെ തങ്ങാനുള്ള പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് ഉള്ളതെങ്കിലും എല്ലാ ഇടങ്ങളിലും നമ്മൾ അലർട്ട് എന്ന വിധത്തിൽ തന്നെ കാത്തു സൂക്ഷിക്കാനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകണം.